നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിയിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. നിങ്ങൾക്കടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പ്രാർത്ഥിക്കാം. അത്ഭുത മന്ത്രിയായി, വീരനാം ദൈവമായി, നിത്യപിതാവായി, സമാധാന പ്രഭുവായി, ഈ ലോകത്തിൽ ജാതനായ ഉണ്ണീശോയെ, അങ്ങയുടെ പരിചയ സന്തോഷം എന്നീ ദിവസം ഞങ്ങൾക്കും ഈ വാത്സല്യ ഭവനത്തിൽ നിന്ന് അറിയിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. ഈ ഭവനത്തിൽ പാർക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. 2024 വർഷത്തിന്റെ ആരംഭ ദിനം മുതൽ ഇന്നുവരെയും വ്യാപരിച്ച ദൈവകൃപകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരുതുന്നു. ഒരു നാളും ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാൻ, ദൈവസ്നേഹത്തെ രുചിച്ചറിയുവാൻ കർത്താവാക്കുന്ന ഇടങ്ങളിലൊക്കെയും അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്ന, അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരായി ഇന്നയോളം എടുത്തുപയോഗിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രത്യേക ഭവനത്തിലെ പ്രിയപിതാവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന നൽകിയിരിക്കുന്ന ഔദ്യോഗിക മേഖലകൾക്കായി സ്തോത്രം. കടന്നുപോകുന്ന യാത്രകൾ, പ്രവർത്തനങ്ങൾ, അധ്വാന മേഖലയൊക്കെയും അനുഗ്രഹിച്ചു നൽകണമേ. അതിലൂടെ ഭൗതിക നന്മകൾ, അനുഗ്രഹങ്ങൾ പ്രാപിച്ചു ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവാക്കുന്ന ഇടങ്ങളിലൊക്കെയും അങ്ങയുടെ സാക്ഷ്യമായി നിൽക്കുവാൻ, ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാൻ അങ്ങ് ഒരുക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രിയമാതാവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവർക്കായിരിക്കുന്ന ദൈവകൃപ പകരണമേ. ദൈവവുമായുള്ള ബന്ധത്തിൽ കർത്താവ് ഒരുക്കണം. മറിയെ പോലെ നല്ല അംശത്തിനുമായ കുടുംബ ജീവിതം നയിക്കുവാൻ കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിനായി, പ്രത്യാശക്കായി സ്തോത്രം. അന്ത്യത്തോളം അങ്ങനെ സാക്ഷിയായി നിലനിർത്തണമേ. ഇതാണ് നൽകിയിരിക്കുന്ന ഔദ്യോഗിക മേഖലകൾക്കായി സ്തോത്രം. കടന്നു പോകുന്ന യാത്രകളും പ്രവർത്തനങ്ങളും ദൈവകൃപ കൂടെ ഇരിക്കണം. ദാനമായി നൽകിയ 2 മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന ഇവരെ അനുഗ്രഹിക്കണമേ. പഠിക്കാൻ ആവശ്യമായ ബുദ്ധി നൽകിയ കർത്താവ് ആയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. നാളുകളിൽ പ്രിയമക്കളുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിയുന്ന കർത്താവ് ഇന്നയോളം എടുത്തുപയോഗിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. യൗവനകാല സുധാനത്തിൽ ജീവിക്കാനും ദൈവിക നന്മകൾ, അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ സ്വായത്തമാക്കുന്ന പ്രിയമക്കളായി ഇന്നയോളം കാണപ്പെടുന്ന കൃപകൾക്കായി സ്തോത്രം. നാളും ദൈവവുമായുള്ള ബന്ധം നിലനിൽപ്പാൻ കർത്താവ് ഒരുക്കണമേ. വരുന്ന ക്രിസ്മസ് ദിനവും വരാൻ പോകുന്ന പുതുവർഷവും ഈ ഭവനത്തിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദൈവിക പ്രത്യാശയുടെ ദിനങ്ങളാക്കി തീർക്കണമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം ദൈവം നല്ല പിതാവേ. ആമേൻ. സമാധാനത്തിൻ വെണ്ണിറാവുകൾ ഉയരട്ടെ ക്രിസ്മസ് രാവിൽ, സമ്പൽ സമൃദ്ധിയുടെ പുതുവർഷം നേരുന്നിദാനങ്ങൾ. സമാധാനത്തിൻ വെണ്ണിറാവുകൾ ഉയരട്ടെ ക്രിസ്മസ് രാവിൽ, സമ്പൽ സമൃദ്ധിയുടെ പുതുവർഷം നേരുന്നിദാനങ്ങൾ.